നമ്മുടെ സ്പെഷ്യൽ സിമ്പിൾ ആയിട്ടുള്ള അതേസമയം വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അയലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ അയല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള അയലയായിരുന്നു കേട്ടോ. അപ്പോൾ മീനിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കഷ്ണങ്ങളുടെ വലിപ്പം 3-4 പീസൊക്കെ ആക്കി മുറിച്ച് വെക്കാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇരിക്കട്ടെ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അയൺ കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫ്ലെയിം ഒന്നും ഞാൻ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇതിലേക്ക് 1/2 മുറി തേങ്ങ, വലിപ്പമുള്ള തേങ്ങയുടെ 1/2 മുറി തേങ്ങ തിരുമ്മി എടുത്തതാണ്. നമ്മുടെ കൈക്ക് ഇങ്ങനെ കുത്തി പിടിക്കുമ്പോൾ 2 കുത്ത്, നിറച്ച് 2 കുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ വെള്ളമയമൊക്കെ മാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകും. ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പൊ തേങ്ങയുടെ വെള്ളമയമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ തേങ്ങ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വാളംപുളിയാണ്. ഈ ഒരു കറിയിലേക്ക് നമ്മൾ കുടംപുളി അല്ല ചേർക്കുന്നത്, വാളംപുളിയാണ്. അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഇപ്പൊ തേങ്ങ നല്ല പാകത്തിന് നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി നമുക്ക് വേണ്ട, കാശ്മീരി മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതായത് നമ്മുടെ ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ട്, പിന്നെ തേങ്ങ നല്ല മൂത്ത് കിടക്കാണല്ലോ. അപ്പൊ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഉലുവാപ്പൊടി നിങ്ങളുടെ കയ്യിൽ വറുത്തതാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പൊടികൾ ഇടുന്നതിന്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി പൊടികളില്ല, പകരം മുഴുവനോടെയുള്ള ഉലുവ ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂണ് തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കി വറുത്തെടുത്താൽ മതി. അപ്പൊ ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ചൂടോടെ ചട്ടിയിൽ വെക്കരുത്, അങ്ങനെയാണെങ്കിൽ കരിഞ്ഞു പോകും. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. അമ്മിയിലൊക്കെ അരയ്ക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അരച്ചെടുക്കുക. അപ്പൊ മിക്സിയുടെ ജാറിലാണെങ്കിലും അമ്മിയിലാണെങ്കിലും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഇതിൽ നിന്ന് ഊറി വരുന്ന എണ്ണ കൊണ്ട് തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങനെ അരഞ്ഞു കിട്ടില്ല. ഇനി ഈ അരപ്പ് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ വേണം കറി ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അരപ്പ് മുഴുവൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് നെടുവെ കീറിയതും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ആ തണ്ടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തണ്ടിത് ഊരിയിട്ടല്ല കേട്ടോ, ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കുക. നന്നായി തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് നമ്മുടെ കറി നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇട്ട ഉടനെ നമുക്ക് തവിയിട്ടൊന്ന് പതിയെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കറി തിളച്ചതിന് ശേഷം തവിയിട്ട് ഇളക്കരുത്, നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അപ്പൊ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ കറിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കറി. ഇതുപോലെ ഇനി ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ, തവിയൊന്നും ഇട്ട് ഇളക്കരുത്. അപ്പൊ നമുക്ക് എത്രയാണോ ഗ്രേവിയുടെ തിക്നെസ് വേണ്ടത് അതനുസരിച്ച് കറി വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അതുപോലെ എരിവ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 2-3 പച്ചമുളക്, അത് നമ്മുടെ പാകം അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കീറിയിടാം. അപ്പൊ എനിക്ക് ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ട്, ഒരല്പം കൂടെ ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, തവിയിട്ട് ഇളക്കരുത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 5-6 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നന്നായിട്ട് കുറച്ചും കൂടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ കളർ തന്നെ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നല്ലൊരു മണമാണ്.
ഇപ്പൊ നമ്മുടെ കറി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ തക്കാളി ഒരുപാട് വെന്തുടയേണ്ടാത്തതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളി ഓവറായിട്ട് വെന്ത് പോകരുത്. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ വേണം നമുക്ക് തക്കാളി എടുക്കാനായിട്ട്. ഇനി ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. വാവുടാ, സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തിളപ്പെല്ലാം മാറിയതിന് ശേഷം വേണം നമുക്കിത് അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കിത് ഇതിൻ്റെ തിളപ്പ് കംപ്ലീറ്റ് ഒന്ന് മാറട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേന്നൊക്കെ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മടിക്കാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ അതുകൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്